ഹലോ ഓൾ, എല്ലാവർക്കും ജികെ വേൾഡ് ആൻഡ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കറണ്ട് അഫെയറിന്റെ ഏറ്റവും നല്ലൊരു സീരീസ് ആൻഡ് ഏറ്റവും നല്ല മെറ്റീരിയൽസ് നിങ്ങൾക്ക് നൽകുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് പത്രവാർത്തയിൽ നിന്നും തെരഞ്ഞെടുത്ത വാർത്തകൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് കറണ്ട് അഫെയറിന്റെ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ജൂൺ മാസത്തിലെ 7 അതായത് 6-ാം തീയതി വരെയുള്ള നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 7 മുതൽ 14-ാം തീയതി വരെയുള്ള ഒരാഴ്ചയിലെ വാർത്തകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് പ്രധാനമായിട്ടുള്ള വാർത്തകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും നമ്മൾ ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് നമ്മൾ അറിയിക്കാവുന്നതാണ്. ഒപ്പം തന്നെ ഇതിന്റെ ഫസ്റ്റ് സീരീസ് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് അത് കാണുക. ഇനി അതിന്റെ മോക്ക് ടെസ്റ്റുകൾ നമ്മൾക്ക് ഉടൻ വരുന്ന ദിവസം ക്ലാസ്സുകളിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് വൈകിക്കേണ്ട, നമ്മളുടെ വാർത്തയിലേക്ക് കടക്കാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വാർത്ത എന്ന് പറയുന്നത് ജൂൺ 7ഉം 8ഉം ക്ലബ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ജൂൺ 8 എന്ന് പറയുന്നത് നമുക്കറിയാം ലോക സമുദ്ര ദിനമായിട്ട് ആചരിക്കുന്നതാണ്. ഇതിന്റെ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2022 ലോക സമുദ്ര ദിനത്തിന്റെ തീം എന്താണ്? കളക്റ്റീവ് ആക്ഷൻ ഫോർ ദ ഓഷ്യൻ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശുചിത്വ സാഗരം എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളും കടലും പ്ലാസ്റ്റിക് മാലിന്യ വിമുക്തമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ശുചിത്വ സാഗരം സുന്ദര തീരം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളും ഒപ്പം തന്നെ നമ്മളുടെ കടലില് പ്ലാസ്റ്റിക് മാലിന്യ വിമുക്തമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ശുചിത്വ സാഗര സുന്ദര തീരം എന്നുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. നാഷണൽ ട്രൈബൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ഇനി വരുന്ന പരീക്ഷകളിൽ നമുക്ക് ചോദിക്കുന്നത് നാഷണൽ ട്രൈബൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നായിരിക്കും നമുക്ക് ചോദ്യം വരുന്നത്. എവിടെയാണ്? ഡൽഹിയിലാണ്. അടുത്ത നോക്കാം. 4ാമത് 2022 സംസ്ഥാന ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ 1ാം സ്ഥാനം എത്തിയത് തമിഴ്നാടും 2ാം സ്ഥാനം എത്തിയത് ഗുജറാത്തും 3ാം സ്ഥാനം എത്തിയത് മഹാരാഷ്ട്രയാണ്. ഇതിൽ പ്രത്യേകിച്ച് ഒന്ന് നോക്കിക്കോണം. കേരളത്തിന്റെ സ്ഥാനം വരുന്നത് 6ാമതാണ്. ഇനി ചെറിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയത് ഗോവയാണെന്ന് ഓർത്തു വെക്കുക. 2022-23 സാമ്പത്തിക വർഷയിലെ ഇന്ത്യയുടെ പ്രതീക്ഷിത GDP വളർച്ച നിരക്ക് 7.5 ആയി മാറി എന്ന് വേൾഡ് ബാങ്ക് അറിയിക്കുകയുണ്ടായി. അപ്പൊ ഈ ഒരു പോയിന്റ് നോക്കി വെച്ചോണം കേട്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. 7.5% ആണ്. ഇനി നമുക്ക് നോക്കാം. അടുത്തത് 18ാമത് P. കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടുകയുണ്ടായി P.K. രാജശേഖരൻ. അപ്പോൾ P.K. രാജശേഖരൻ എത്രാമത്തെ കേശവദേവ് സാഹിത്യ പുരസ്കാരമാണ് നേടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രാമത്തെയാണ്? ശ്രദ്ധിച്ചു നോക്കിക്കോണം. 18ാമത്. അദ്ദേഹത്തിന്റെ കൃതിയായിരുന്നു ദസ്തയവേസ്കി ഭൂതാവിഷ്ടന്റെ ഛായാപടം എന്നുള്ളത് കേട്ടോ. അപ്പൊ ഇത് നോക്കിക്കോണം. ഇനി അടുത്തത് ആഫ്രിക്കൻ രാജ്യമായ ഛാഡിലാണ് ഭക്ഷ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അപ്പം എവിടെയാണ്? നമ്മളുടെ ആഫ്രിക്കൻ രാജ്യമായ എവിടെയാണ്, അല്ലെങ്കിൽ ആഫ്രിക്കയിൽ ഏത് രാജ്യത്താണ് ഛാഡിൽ ഭക്ഷ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഫ്രിക്ക എന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. ഇനി നോക്കാം. കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുരസ്കാരം നേടിയത് 2021 നമുക്ക് ഒറ്റപ്പാലത്തിനാണ് ലഭിച്ചത്. നോക്കിക്കോണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണിത്. പരിസ്ഥിതി പ്രവൃത്തി സൂചികയിൽ ഏറ്റവും പിന്നിലായി ഇന്ത്യ. 1ാം സ്ഥാനം എത്തുന്നത് ഡെൻമാർക്ക്. ഇതും ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെച്ചോളൂ കേട്ടോ. രാജ്യത്തെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് രാമൽക്കൽമേട് ആമപ്പാറയിലാണ് ഉദ്ഘാടനം ചെയ്തത്. അക്ഷയ സോളാർ പവർ പാർക്ക് ആണ് കേട്ടോ. ഇതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഒന്നുകൂടെ ആവർത്തിക്കാം. നമ്മൾ പറഞ്ഞ സാഹിത്യ അവാർഡ് കിട്ടിയത് P.K. രാജശേഖരൻ ആണെന്ന് പറഞ്ഞു. പിന്നെ ആഫ്രിക്കയിലാണ് ഭക്ഷ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പുരസ്കാരം ലഭിച്ചത് ഒറ്റപ്പാലത്താണ്. പരിസ്ഥിതി സൂചികയിൽ 180 സ്ഥാനമായിട്ട് ഇന്ത്യ വന്നു. 1ാം സ്ഥാനം ഡെൻമാർക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി അടുത്ത പോലെ തന്നെ ജൂൺ 8 ലോക ബ്രെയിൻ ട്യൂമർ ദിനമാണെന്നറിയാം. അപ്പം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് റിപ്പോർട്ട് പ്രകാരം ലോകത്തെ പ്രമേഹ രോഗികളിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ് വന്നത് കേട്ടോ. പ്രമേഹ രോഗികളിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനം. അതുപോലെ തന്നെ നമ്മളുടെ പാരാഷൂട്ടിംഗ് വേൾഡ് ലോകകപ്പിൽ ഇന്ത്യയുടെ അവനി
ലൊഹാരയ്ക്കാണ് റെക്കോർഡ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ചീറ്റപ്പുലികളെ കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മളുടെ മധ്യപ്രദേശുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ദ ഫസ്റ്റ് ബാച്ച് ഓഫ് ചീറ്റാസ് ആർ എക്സ്പെക്റ്റഡ് ടു അറൈവ് ഇൻ ഇന്ത്യ. നമുക്ക് എങ്ങോട്ടേക്കാണ് കൊണ്ടുവരുന്നത്? മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ കുനോ പൽവർ വന്യജീവി സങ്കേതത്തിലേക്കാണ് കേട്ടോ. അപ്പം കുനോ പൻവൂർ വന്യജീവി സങ്കേതം മധ്യപ്രദേശ്, അങ്ങോട്ടേക്കാണ് ആഫ്രിക്കൻ രാജ്യത്തിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ചീറ്റപ്പുലികളെ കൊണ്ടുവരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കാം. അടുത്ത് പറഞ്ഞിരിക്കുന്നത് കുറഞ്ഞ സമയത്തിനകം 75 കിലോമീറ്റർ റോഡ് നിർമ്മിച്ച നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഇന്ത്യയുടെ ഗിന്നസ് റെക്കോർഡ്. അപ്പം 75 കിലോമീറ്റർ റോഡാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഗിന്നസ് റെക്കോർഡ് നേടിക്കുന്നത്. ഇനി മഹാരാഷ്ട്രയിലെ ശ്രദ്ധിച്ചോണം, അമരാവതി മുതൽ അകോല വരെയാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. മഹാരാഷ്ട്രയിലെ അമരാവതി മുതൽ അകോല വരെയാണ് ഈ പറഞ്ഞിരിക്കുന്ന റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ശ്രദ്ധിച്ചോളൂ, ഇൻസ്റ്റാഗ്രാമിൽ 20 കോടി ഫോളോവേഴ്സ് ഉള്ള ആദ്യത്തെ ഇന്ത്യക്കാരനാണ് വിരാട് കോഹ്ലി. അപ്പൊ ഇതിനു മുൻപ് ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ 20 കോടി ഫോളോവേഴ്സ് തികച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്ന ആരാണ്? വിരാട് കോഹ്ലിയാണ്. ഇനി ഓസ്ട്രേലിയയിൽ നിന്ന് റോക്കറ്റുകൾ വിക്ഷേപിക്കാനായിട്ട് നാസ, അമേരിക്ക പുറത്തു നിന്നുള്ള വാണിജ്യ കേന്ദ്രത്തിൽ നിന്ന് നാസ ആദ്യമായിട്ടാണ് റോക്കറ്റുകൾ ബഹിരാകാശത്തേക്ക് അയക്കുന്നത്. ഇനി അടുത്ത് നോക്കാം. അടുത്ത പ്രധാന വാർത്തയിൽ പറയുന്നത് ഇന്ത്യയുടെ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിട്ട് മിതാലി രാജ് ആയിരുന്നു. അദ്ദേഹം വിരമിക്കുകയുണ്ടായി. ഇതിനകത്ത് 2021 ഖേൽരത്ന പുരസ്കാരം നേടി കേട്ടോ. അപ്പൊ ഇതിനകത്ത് ചോദിക്കാം 2021 ഖേൽരത്ന പുരസ്കാരം നേടിയത് ആരാന്നുള്ള ഒരു കറണ്ട് അഫയർ ചോദ്യം വരാം. കാരണം നമ്മളുടെ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിരുന്ന മിതാലി വിരമിച്ചത് കൊണ്ട്. ഇനി അടുത്തത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ 75ാമത് സ്വാതന്ത്ര്യ വാർഷികത്തോടനുബന്ധിച്ചാണ് ബ്രിട്ടീഷ് കൗൺസിലെ ഇന്ത്യ UK സാംസ്കാരിക വേദിയുടെ അംബാസഡറായിട്ട് സംഗീതജ്ഞൻ ആരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? AR റഹ്മാനെയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. AR റഹ്മാനാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇനി നോക്കിക്കോളൂ, 6 മാസം കൊണ്ട് ക്യാൻസർ അപ്രത്യക്ഷമാക്കാനുള്ള അർബുദ ചികിത്സയ്ക്കുള്ള ഡോസ് ഡാർലിറ്റമാബ് മരുന്ന് വിജയകരമെന്ന് ശാസ്ത്രജ്ഞൻ പറയുണ്ടായി. ഇനി അടുത്തത് ഇന്ത്യ വിയറ്റ്നാം സൈനിക കരാർ ഒപ്പുവെച്ചട്ടോ. അപ്പൊ ഇന്ത്യ വിയറ്റ്നാമാണ് സൈനിക കരാർ ഉടമ്പടി വെച്ചത്. ഇനി നമുക്ക് നോക്കാം. KSRTCയിൽ ആദ്യത്തെ വനിതാ ഇൻസ്പെക്ടറായിട്ട് KK രോഹിണി ആവുകയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കാം. പിന്നെ കേരള സർവകലാശാല ഗവേഷണത്തിൽ വിളയിച്ച മാമ്പഴത്തിന് പേര് കൊടുത്തത് KU മാമ്പഴം എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ VP മഹാദേവൻ പിള്ള. ഇനി നമുക്ക് അടുത്ത ചോദിക്കാൻ ചാൻസലർ ചോദ്യം ഉണ്ട്. അപ്പൊ കേരള യൂണിവേഴ്സിറ്റി മാമ്പഴം എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ഇനി ഇന്ത്യയുടെ 10 ആശയവിനിമയ ഉപഗ്രഹ ചുമതല കേന്ദ്ര സർക്കാരിന് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് കൈമാറുന്നത്. ബഹിരാകാശ മേഖലയിലെ സ്വകാര്യ മേഖലകളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം. അടുത്തത് വാഹനങ്ങളില് കൂളിംഗ് ഫില്ലിംഗ് പരിശോധിക്കാനായി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചൊരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സുതാര്യം. ഏതാണ്? ഓപ്പറേഷൻ സുതാര്യം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ലോകത്തിലെ ഏറ്റവും വിശദമായ ചാന്ദ്രഭൂപടം പുറത്തിറക്കിയത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ചൈനയാണ്. ഏതാണ്? ചൈന. അടുത്ത് നോക്കാം. നമുക്കിനി അടുത്ത രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജൂലൈ 18-നാണ്. അപ്പം നമുക്കിപ്പോഴും ചോദിക്കാം, ആരാണ് ഈ പറയുന്ന വോട്ടവകാശം ഉള്ളത് തെരഞ്ഞെടുക്കാൻ? നമ്മുടെ സംസ്ഥാന നിയമസഭകളിലും പാർലമെന്റിലും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള വോട്ടവകാശം ഉള്ളത്. ഇനി 2022 ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാരം നേടിയത് കുമുദിനി ലാഖിയാണ്. ഏത് കായികനോ അല്ല ഏത് നൃത്തരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കഥക് കേട്ടോ. കഥക്. ഇനി അടുത്ത് നോക്കാം. ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന കഞ്ചാവ് നിയമവിധേയമാക്കിയ ആദ്യത്തെ ഏഷ്യൻ രാജ്യമാണ് തായ്ലൻഡ്. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന കഞ്ചാവ് നിയമവിധേയമാക്കിയ ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതാണ്? തായ്ലൻഡ് ആണ് കേട്ടോ. ഇനി നമുക്ക് 44ാമത് ചെസ് ഒളിമ്പ്യാസ് ഭാഗ്യചിഹ്നമായിട്ട് തമ്പി എന്ന കുതിരയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. തമ്പി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. തമ്പി ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇനി 2022 ചെസ് ഒളിമ്പ്യാഡ് വേദിയാവുന്നത് ചെന്നൈയാണ്. ആദ്യമായിട്ടാണ് ഇന്ത്യ ചെസ് ഒളിമ്പ്യാസിന് വേദിയാവുന്നത്.
ഇനി നോക്കാം, IMF ഏഷ്യ പസഫിക് മേധാവിയായിട്ട് ചുമതലയേറ്റുന്നത് കൃഷ്ണ ശ്രീനിവാസനാണ്. IMF മാനേജിംഗ് ഡയറക്ടറായിട്ട് ക്രിസ്റ്റലീന ജോർജീവയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. നോക്കാം അടുത്തത്, മൃഗങ്ങൾക്കായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ കോവിഡ് വാക്സിൻ ഏതാണ്? അനോകോവാക്സ്. ഇമ്പോർട്ടൻ്റ് ആണ്, അനോകോവാക്സ്. ഇനി IMF ഏഷ്യ പസഫിക് മേധാവിയായി ചുമതലയേറ്റത് കൃഷ്ണ ശ്രീനിവാസനാണ്. IMF മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റീന ജോർജീവ. ഇനി നോക്കിക്കോളൂ, കേരളത്തിലെ 4ാമത്തെ സെൻട്രൽ ജയിലാണ് എവിടെയാണ്? തവനൂരാണ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടാകും. സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ സെൻട്രൽ ജയിൽ എന്നൊരു പ്രത്യേകത കൂടെ തവനൂരുണ്ട്. ഇനി കേരളത്തിലെ മെയിൻ ആയിട്ടുള്ള സെൻട്രൽ ജയിലുകൾ വരുന്നത് പൂജപ്പുര, കണ്ണൂര്, വിയ്യൂര്, then നെക്സ്റ്റ് തവനൂര്. ഇനി നോക്കാം, 2022-22 സീസണിലെ ഇംഗ്ലീഷ് ഫുട്ബോൾ PF പുരസ്കാരം നേടിയത് മുഹമ്മദ് സലയാണ്. മുഹമ്മദ് സല. ഓക്കെ, അടുത്തത് ജൂൺ 12 എന്ന് പറയുന്നത് ലോക ബാലവേല വിരുദ്ധ ദിനമാണ്. എന്താണ്? ലോക ബാലവേല വിരുദ്ധ ദിനമാണ് ജൂൺ 12. ഇനി നോക്കാം, ബാലവേലകളെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് 2500 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച എന്ത് ചെയ്തിരിക്കുകയാണ്? വനിതാ ശിശു വികസന വകുപ്പ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു തവനൂര് സെൻട്രൽ ജയിൽ വരുന്ന മലപ്പുറം ജില്ലയിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓൾറെഡി ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നോക്കാം, ഓരോ സിഗരറ്റിലും ആരോഗ്യ മുന്നറിയിപ്പ് രേഖപ്പെടുത്തുന്ന ആദ്യ രാജ്യമായിട്ട് മാറുന്നത് കാനഡ. In world first written warning in every cigarette in Canada. അപ്പോൾ ഓരോ സിഗരറ്റിലും ആരോഗ്യ മുന്നറിയിപ്പ് രേഖപ്പെടുത്തുന്ന ആദ്യത്തെ രാജ്യം കാനഡയാണ്. ഓക്കെ, അടുത്തത് ഉത്തര കൊറിയയിലെ ആദ്യത്തെ വനിതാ വിദേശകാര്യ മന്ത്രി ചോ സൺ ഹുയി. ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഹുൻ അറിയാം നിങ്ങൾക്ക്. ഇന്ത്യയുടെ 74ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് രാഹുൽ ശ്രീവത്സ്. ഇന്ത്യയുടെ ആദ്യത്തെ സോളാർ ക്രൂയിസർ ബോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ സോളാർ ക്രൂസ് ബോട്ടാണ് ഇന്ദ്ര. ഓക്കെ, നാഷണൽ കസ്റ്റംസ് മ്യൂസിയം നിർമ്മല സീതാരാമൻ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഇത് നിലവിൽ വന്നത് നാഷണൽ കസ്റ്റംസ് ആൻഡ് GST മ്യൂസിയം നിലവിൽ വരുന്നത് പനാജിയിലാണ്. അതുകൂടി ഓർത്തു വെച്ചോണം. അതിന്റെ പേര് ധനോഹർ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, 9ാമത്തെ സിഖ് ഗുരുവായ തേഗ് ബഹദൂർ 400 ജന്മദിന വാർഷികത്തോടനുബന്ധിച്ച് 400 റുപ്പീസ് നാണയം പുറത്തിറക്കി. അപ്പോൾ ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചിട്ടാണ് 400 രൂപ നാണയം പുറത്തിറക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സുഗുരുവാണ്? 9ാമത്തെ സിഖ് ഗുരുവാണ്. ആരാണ്? നമ്മൾ പറഞ്ഞ പോലെ തേഗ്മത് കേട്ടോ. സിഖ് ഗുരുവാണ് തേഗ്മത് ജന്മവാർഷികത്തോടനുബന്ധിച്ച്. ഓക്കെ, തേഗ് ബഹദൂറിന്റെ ജന്മദിനോടനുബന്ധിച്ചിട്ടാണ് കേട്ടോ 400 രൂപയുടെ നാണയം പുറത്തിറക്കുന്നത്. ഷോർട്ട് പുട്ടില് മൻപ്രീത് കൗറിന് സ്വർണം നേടി. നാഷണൽ ഇന്റർ സ്റ്റേറ്റ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദിയായത് ചെന്നൈയിലാണ്. ഡെൻമാർക്കിലെ കോപ്പൻഹേഗില് നടക്കുന്ന ഫിഫയുടെ നമ്മൾ പറഞ്ഞ പോലെ ഇനേഷ്യൻ കപ്പില് ഇന്ത്യ ആദ്യമായിട്ട് പങ്കെടുക്കും. ഇനി നോക്കിക്കോണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മണ്ണുത്തി വെറ്റിനറി സർവകലാശാല വികസിപ്പിച്ച പുതിയ ഇനം താറാവാണ് ചൈത്ര കേട്ടോ. പുതിയ ഇനം താറാവ് ചൈത്ര. ഫ്രാൻസിലെ വേൾഡ് പാരാ ഷൂട്ടിംഗ് ലോകകപ്പില് അവനി ലൊഖാരയ്ക്ക് 2ാം സ്വർണം നേടുകയുണ്ടായി. ഇനി നോക്കാം, ശ്രദ്ധിച്ചോളൂ, നമുക്ക് തൊവാരിമാല പ്രൊട്ടക്റ്റഡ് ആയിട്ട്, അതായത് തൊവാരിമാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചിലപ്പോൾ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വയനാടാണ് കേട്ടോ. ഇനി ഭാരത് ഗൗരവ് ട്രെയിൻ പദ്ധതിയിലെ ആദ്യ ട്രെയിൻ കോയമ്പത്തൂരിൽ നിന്നാണ് സർവീസ് ആരംഭിക്കുന്നത്. ആദ്യത്തെ സ്വകാര്യ സർവീസ് കോയമ്പത്തൂര്. ശരി, അതൊന്നും ഓർത്തു വെച്ചോളൂ കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? കോയമ്പത്തൂര്. ഇനി അടുത്തത് നോക്കാം, ജപ്പാനിൽ നിന്ന് കണ്ടെത്തിയ ദിനോസർ ഫോസിലിന് നൽകിയ പേരാണ് എന്താണ്? പാരാലിതെറിപ്നോസോറസ് ജപ്പാനിക്കസ്. ഇനി ഫോർമുല 1 അസർബൈജാൻ ഗ്രാൻഡ് പ്രീ കിരീടം നേടിയത് മാക്സ് വെസ്റ്റപ്പൻ ആണ്. കാർട്ടൂണിസ്റ്റ് യേശുദാസിന്റെ ആത്മകഥ പ്രകാശനം ചെയ്തു. അപ്പം ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മെയ്യുന്ന, ഇത് ആരുടെ ആത്മകഥയാണ്? യേശുദാസിൻ്റെതാണ് ഇതൊന്ന് നോക്കിക്കോണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസ്പ്ലേ ഫാബ്രിക്കേഷൻ യൂണിറ്റ് ആരംഭിച്ചത് എവിടെയാണ്? തെലുങ്കാനയിലാണ്. ഓക്കെ,
ഇനി അടുത്ത് നോക്കാം. മൊബൈൽ ഫോൺ അടിമത്തത്തിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് കൂട്ട്. ഓക്കെ, മൊബൈൽ ഫോണിൽ നിന്ന് രക്ഷിക്കാനായിട്ട് പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണ്? കൂട്ട്. മെഡിസെപ്പ് പദ്ധതി ജൂലൈ 1 മുതൽ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. അപ്പൊ മെഡിസെപ്പ് ഇത് ചോദിക്കാം കേട്ടോ. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിസെപ്പ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ജൂൺ 14 തീയതിയിലെ വാർത്തകളിലേക്ക് അടുക്കാണ്. നമ്മളുടെ പശ്ചിമ ബംഗാൾ സർവകലാശാലകളിലെ ഇനിയത്തെ ചാൻസലർ മുഖ്യമന്ത്രിയായിരിക്കും മമതാ ബാനർജിയാണ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഏഷ്യൻ ഗെയിംസിലെ ഇരട്ട സ്വർണ്ണ മെഡൽ ജേതാവായിരുന്ന ഒളിമ്പ്യൻ ഹരിചന്ദ് അന്തരിച്ചു. അപ്പൊ ഇത് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കറണ്ട് അഫെയർ ആണ്. അദ്ദേഹത്തെ കുറിച്ച് പ്രത്യേകം നോക്കി വെച്ചോളൂ കേട്ടോ. ഏഷ്യൻ ഗെയിംസിലെ ഇരട്ട സ്വർണ്ണ മെഡൽ നേടിയ വ്യക്തിയാണ് ഹരിചന്ദ്, ഒളിമ്പ്യൻ ഹരിചന്ദ്. ഇനി നോക്കിക്കോണം, ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയും ഹൈപ്പർസോണിക് പ്രതിരോധത്തിലേക്ക് വരികയാണ്. ബ്രഹ്മോസ് എയറോസ്പേസിന്റെ സിഇഒ ആണ് അതുൽ റാണെ. ഇനി നോക്കണം, വെയ്റ്റ് ലിഫ്റ്റിംഗ് യൂത്ത് വേൾഡ് ചാമ്പ്യൻഷിപ്പില് മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഗുരുനേഡു സനാപതിയാണ്. എസ് ഗുപ്തൻ നായർ അവാർഡ് MM ബഷീറിനാണ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജൂൺ മാസത്തിലെ 14 തീയതി വരെയുള്ള കറണ്ട് അഫെയർ ആണ്. ഇനി അടുത്തത് 15 തീയതി മുതൽ 21 തീയതി വരെയുള്ള കറണ്ട് അഫെയർ അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനു മുൻപ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. 21 തീയതിയിലെ വാർത്തകൾ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാ തിങ്കളാഴ്ചകളിലായിരിക്കും ഇനി മുതൽ നമ്മളുടെ കറണ്ട് അഫെയർ ഒരു സീരീസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓരോ ആഴ്ചയിലും കറണ്ട് അഫെയർ ആ ഒരു ആഴ്ച തീർന്ന അടുത്ത തിങ്കളാഴ്ച നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് അൺഅക്കാഡമി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമ്മളുടെ സൗജന്യ ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. കേരള PSCക്ക് ട്രൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ എല്ലാ ദിവസവും 8 മണിക്കും അതുപോലെ തന്നെ 9:30 നമ്മളുടെ അൺഅക്കാഡമിയിൽ സൗജന്യ ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. ഫ്രീ ക്ലാസ്സുകൾ, ഓരോ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ലഭിക്കുന്നത്. നിങ്ങൾക്ക് ക്ലാസ്സിനെ കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകൾ വീണ്ടും നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇതുപോലുള്ള ക്ലാസ്സുകളായിട്ട് ഞാൻ വീണ്ടും വരും. Till then, bye bye and thank you.